നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഗസയിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല ലോക രാഷ്ട്രങ്ങളും ഇസ്രയേലിൽ മേൽ പല രീതിയിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങി 20 മാസം പിന്നിട്ടിട്ടും ഗസയിലെ ദുരന്തങ്ങൾക്കൊരു അറുതിയില്ലാതായിരിക്കുന്നു. എന്നാൽ ഇസ്രയേലിന് പരോക്ഷമായി പല തിരിച്ചടികളുമാണ് ഇന്ന് ലോകത്തു നിന്നും നേരിടേണ്ടി വരുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ തീവ്രവാദ ആക്രമണത്തിൽ പ്രേരിപ്പിക്കുകയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തതായി ആരോപിച്ച ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, നോർവേ എന്നീ രാജ്യങ്ങൾ ഇന്നലെ 2 തീവ്ര വലതുപക്ഷ ക്യാബിനറ്റ് മന്ത്രിമാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ക്യാബിനറ്റ് മന്ത്രിമാരായ ഇറ്റാമർ ബെൻഗ്വിർ, ബെസലേൽ സ്മോട്രിച്ച് എന്നിവർക്കെതിരെയാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇസ്രയേലിനെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന 5 പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകോപന നീക്കമാണെന്നതാണ് ഇസ്രയേലിനെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ കുടിയേറ്റ വിപുലീകരണത്തെ ശക്തമായി അപലപിക്കുകയും ഉദ്യോഗസ്ഥർക്കെതിരായ അപൂർവമായ നയതന്ത്ര ശാസനമായി ഇതിനെ മാറ്റുകയും ചെയ്തു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ആക്രമണങ്ങളെയും തുടർന്നുള്ള ഗാസ യുദ്ധത്തെയും തുടർന്ന് വെസ്റ്റ് ബാങ്കിൽ ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് യാത്രാ നിരോധനങ്ങളും സ്വത്തുക്കൾ മരവിപ്പിക്കലും ഉൾപ്പെടെയുള്ള ഉപരോധങ്ങൾ രാജ്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീവ്രവാദ ആക്രമണത്തിനും പലസ്തീൻ മനുഷ്യാവകാശങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾക്കും ഇവർ കാരണമായി എന്നും, കൂടാതെ പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനും പുതിയ ഇസ്രയേലി വാസസ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇവർ മുൻപന്തിയിൽ ഉണ്ടായിരുന്നുവെന്നതും ഈ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ പറയുകയായിരുന്നു. കൂടാതെ 2 മന്ത്രിമാരും മാസങ്ങളായി പലസ്തീൻ ജനതയ്ക്ക് എതിരെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും മനുഷ്യാവകാശങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്നും UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറയുകയായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഖ്യത്തിലെ പ്രധാന വ്യക്തികളാണ് ഇരുവരും എന്നതും നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അധിനിവേശ പ്രദേശങ്ങളിലെ ഇസ്രയേലിന്റെ ഭീകരതയോടുള്ള ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന പ്രതിഷേധമാണ് ഇതൊക്കെ പ്രതിനിധീകരിക്കുന്നത്. അടുത്തത് നെതന്യാഹു ആകാമെന്ന രീതിയിലുള്ള ചർച്ചകളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇന്ന് ഇസ്രയേലിലെ ഈ 2 മന്ത്രിമാർക്കെതിരെ വന്ന ഉപരോധങ്ങളും നടപടികളും നെതന്യാഹുവിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി ഓരോ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതോടെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്രയേലിന് മേലുള്ള ഉപരോധം കടുത്തുകൊണ്ടിരിക്കുകയാണ്.